ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ചരിത്രത്തിലെ വിജൃംഭിച്ചു നിൽക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ച ധർമ്മസമരമാണ് ബദർ. സത്യത്തിന്റെ പ്രകാശ ഗോപുരങ്ങളെ അഹങ്കാരം കൊണ്ടും ധിക്കാരം കൊണ്ടും ചെറുത്തു തോൽപ്പിച്ചു കളയാമെന്ന് കരുതി വന്ന 1000-ഓളം വരുന്ന ആയുധപ്പടയെ വിശ്വാസത്തിന്റെ നെഞ്ചൂക്ക് കൊണ്ട് നിരായുധമായി നേരിട്ട 313 പോരാളികളുടെ ജ്വലിക്കുന്ന ചരിത്രമാണ് ബദർ. കാലാന്തരങ്ങളുടെ മഹാപ്രവാഹങ്ങൾക്കിപ്പുറത്തും ലോകത്തെ കോടിക്കണക്കായ വിശ്വാസി മാനസങ്ങളെ സ്വാധീനിക്കാൻ എങ്ങനെയാണ് ബദരീങ്ങൾക്ക് സാധിച്ചത് എന്നതാണ് ഇത്തരം അനുസ്മരണ വേളകളിൽ നമ്മൾ പഠനവിധേയമാക്കേണ്ടത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹത്വങ്ങളുടെ നെറുകയിൽ വിരാജിക്കുകയാണ് ബദരീങ്ങൾ. ഇരിക്കാനിടമില്ലാത്ത വിധം തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിലേക്കൊരിക്കൽ ബദരീങ്ങളിൽ ചിലർ വരുന്ന ഒരു മുഹൂർത്തത്തെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം ചൊല്ലി അവരങ്ങനെ നിൽക്കുമ്പോൾ ഇരിക്കാനിടം കിട്ടാതെ വിഷമിക്കുന്ന ബദരീങ്ങളെ കണ്ട് മറ്റു ചില സ്വഹാബിമാരുടെ പേര് വിളിച്ചെഴുന്നേൽപ്പിച്ച് അവിടെ ബദരീങ്ങളെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുത്തുകയാണ്. ശേഷം ഇരിപ്പിടം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു കൊടുക്കുകയാണ് ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുമായി ബന്ധപ്പെട്ടാണ് സൂറത്തുൽ മുജാദലയിലെ 11-ാം വചനം അവതീർണമായത് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ബദരീങ്ങളുടെ മഹത്വത്തെ പുകഴ്ത്തിക്കൊണ്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅല്ലല്ലാഹ അൻ യകൂന ഖദ് ഇത്തലഅ അലാ അഹ്ലി ബദരിൻ ഫഖാൽ ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. അല്ലാഹു ബദർ പോരാളികൾക്ക് പ്രത്യക്ഷനായി അറിയിച്ചേക്കും, നിങ്ങൾക്കിനി ഇഷ്ടമുള്ളതാകാം, നിങ്ങൾക്ക് അല്ലാഹു എല്ലാം പുറത്തു തന്നിരിക്കുന്നു. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു കൂട്ടം പെൺകുട്ടികൾ ദഫ് മുട്ടിന്റെ അകമ്പടിയോടുകൂടെ ബദരീങ്ങളുടെ മഹത്വത്തെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുപാടുന്നത് അവിടുന്ന് കേൾക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ് കണ്ടപ്പോൾ അവർ പാട്ടുമാറ്റി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് പാടാൻ തുടങ്ങിയപ്പോൾ, നിങ്ങൾ ആദ്യം പാടിയതു തന്നെ പാടുക എന്ന് പറഞ്ഞ് ബദരീങ്ങളുടെ മഹത്വത്തെ പുകഴ്ത്തുവാൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബി സവിധത്തിൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ബദറിൽ പങ്കെടുത്തവരെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്, എന്താണ് അവരെ കുറിച്ചുള്ള അഭിപ്രായം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ സർവശ്രേഷ്ഠരായിട്ടാണ് ഞങ്ങൾ അവരെ കണക്കാക്കുന്നത്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കും ഇങ്ങനെ തന്നെയാണ്, മറ്റു മലക്കുകളെക്കാൾ പദവി ഏറെയുണ്ട്. ബദരീങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ആദരവ് അവസാന കാലം വരെയും വരുന്ന വിശ്വാസി മനസ്സുകളിൽ മഹത്വമുള്ള സ്ഥാനം അവർക്ക് ലഭിച്ചു എന്നത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ മഹത്വങ്ങളെല്ലാം ലഭിച്ചത് എന്ന വലിയ ചോദ്യത്തിന്റെ ഉത്തരം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വരുന്ന ശത്രുക്കളുടെ കിരാതമായ കരങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവിതങ്ങൾ ബലി കൊടുക്കാൻ തയ്യാറായ മനസ്സിന് അള്ളാഹു കൊടുത്തതാണ് ഈ മഹത്വം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കുവാൻ, അതിന്റെ പ്രബോധന ദൗത്യങ്ങളെ നിലനിർത്തുവാൻ ആരൊക്കെ എപ്പോഴൊക്കെ പരിശ്രമിക്കുന്നുണ്ടോ അവർക്കെല്ലാം ആ വലിയ മഹത്വത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള സന്ദേശം കൂടിയാണ്. ബദർ യുദ്ധഭൂമിയിലെ മണൽത്തരികൾ ഓരോ നിമിഷവും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കുവാനും ഇല്ലാതാക്കുവാനും അതിന്റെ ആദർശങ്ങളെ പരിഹസിക്കുവാനും തയ്യാറാകുന്ന നിരീശ്വര യുക്തിവാദ പുത്തനാശയ ചിന്താധാരകൾ സംഹാര താണ്ഡവമാടുന്ന ഇക്കാലത്ത് നമ്മുടെ മക്കളെ നന്മയിൽ വഴി നടത്തിക്കൊണ്ടും നമ്മുടെ സകല പെരുമാറ്റങ്ങളെയും ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ടും ഈമാനിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടും പരിശുദ്ധ ദീനിനെ നിലനിർത്തുവാൻ സജീവമായ ശ്രദ്ധയുണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.